ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ഹൗ വിഷ്വൽ ഡാറ്റ വാസ് യൂസ്ഡ് ഫ്രം ദി പീരീഡ് 1819 ടു 1952 എങ്ങനെയാണ് വിഷ്വൽ ഡാറ്റാസുകൾ യൂസ്ഫുള്ളായത് എന്ന് നോക്കാം. ഇൻ അവർ ഇൻക്രീസിംഗ്ലി ഡാറ്റ ഡ്രിവൺ വേൾഡ്, it is more important than ever to have an accessible way to view and understand data. അല്ലേ, നമുക്കൊരു ഡേറ്റ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ അന്നത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ അറിയാനായിട്ട് ഡാറ്റാസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത്. അങ്ങനെയെന്ന് നോക്കാം. ആഫ്റ്റർ ആൾ ദി ഡിമാൻഡ് ഫോർ ഡാറ്റ സ്കിൽ ഇൻ എംപ്ലോയി ഈസ് ട്രേഡിംഗ്ലി ഇൻക്രീസിങ് ഈച്ച് ഇയർ. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ ഇയറിലും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ എംപ്ലോയീസ് ആൻഡ് ബിസിനസ് ഓണേഴ്സ് അറ്റ് എവറി ലെവൽ നീഡ് ടു ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ ആൻഡ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. അപ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി ജോലി ചെയ്യുകയാണ് ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഡാറ്റ കളക്ഷൻ അല്ലേ, ഡാറ്റയിലൂടെയുള്ള ഇപ്പോൾ ചാർട്ട് രീതിയിൽ നമുക്ക് പൈ ചാർട്ട് പോലെയോ അല്ലെങ്കിൽ ബാർ ചാർട്ട് പോലെയോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് വളരെ യൂസ്ഫുള്ളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ആപ്ലിക്കേഷനിൽ. അപ്പോൾ ദാറ്റ് വെയർ ഡാറ്റ വിഷ്വലൈസേഷൻ കമ്മിങ് ഹാൻഡ്ലി with the goal of making data more accessible and understandable. കണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഡാറ്റ വിഷ്വലൈസേഷൻ ഇൻ ദി ഫോം ഓഫ് ഡാഷ്ബോർഡ് ഈസ് ദി ഗോ ടു ടൂൾ ഫോർ മെനി ബിസിനസ് ടു അനലൈസ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളെ അടുത്ത് പറയുന്നു, അവിടെ ഒരു 10 പേരുണ്ടായിരുന്നു, അതിൽ 5 പേര് മറ്റൊരു ജോലി സ്ഥാപനത്തിലേക്ക് പോയി. ബാക്കി 5 പേരാണ് ഉള്ളത്. ആ 5 പേരിൽ ഒരാൾ ഇപ്പോൾ ഇന്ന് ആബ്സെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പറയുന്നതിനേക്കാളും അതൊരു ചാർട്ട് രൂപത്തിലല്ലേ. ഇപ്പോൾ അവിടെ എത്ര പേരുണ്ട്, ഇപ്പോൾ ഈ 10 എന്നുള്ളൊരു എക്സാമ്പിളാണ്. ഒത്തിരി ആൾക്കാർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യും. അപ്പോൾ അവരുടെ എംപ്ലോയീസുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും എത്ര എംപ്ലോയീസുകൾ പിരിഞ്ഞു പോയി അങ്ങനെയൊക്കെ ഉള്ളത് ഒരു ചാർട്ടിലൂടെ റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വിഷ്വലൈസ് ചെയ്ത് അത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. In the world of big data, data visualization tools and technologies are essential to analyze massive amount of information and make data-driven decision. അപ്പോൾ ഒരുപാട് വലിയ കണക്കുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ സെൻസസ് തന്നെ എടുത്തു നോക്കുക അല്ലേ, എന്തോരം ആൾക്കാരാണ്. അപ്പോൾ അത്രയും ആൾക്കാരെ എണ്ണി വരുന്നതിനേക്കാളും അത്രയും ആൾക്കാർ, അതായത് വലിയൊരു ഡാറ്റയെ നമുക്ക് എങ്ങനെ വിഷ്വലൈസേഷൻ മെത്തേഡിലൂടെ നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാൻ വളരെ ഈസിയാണെന്നാണ് പറയുന്നത്. ഇനി സംതിങ് ആസ് സിമ്പിൾ ആസ് presenting data in graphic format may seem to have no downside. അപ്പോൾ ഇങ്ങനെ വിഷ്വലായിട്ട് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതിലൊരു പോരായ്മയില്ല. അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ നല്ലൊരു ക്വിക്ക് മെത്തേഡാണ്. ബട്ട് സംടൈംസ് ഡാറ്റ ക്യാൻ ബി മിസ്റെപ്രസെൻറ്റഡ് ഓർ misinterpreted when placed in the wrong style of data visualization. ഇപ്പം നമ്മളിപ്പോൾ ഡാറ്റ തയ്യാറാക്കുമ്പോൾ അല്ലേ, ഒരു ചാർട്ട് തയ്യാറാക്കുമ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം തയ്യാറാക്കേണ്ടുള്ളത് അല്ലേ. അല്ലാതെ ഇപ്പോൾ ഒരു അറിവില്ലാത്ത ഒരാളാണ് ഒരു ഡാറ്റ തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് പോരായ്മകൾ വരാം. അപ്പോൾ ആ ഡേറ്റ നോക്കി പഠിക്കുന്ന സാധാരണ ആൾക്കാർക്കും ആ കണക്കിലൊക്കെ ഒരു വേരിയേഷൻസ് വരാം. അപ്പോൾ അങ്ങനെയൊന്നും ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെൻ ചൂസിങ് ടു ക്രിയേറ്റ് എ ഡാറ്റ വിഷ്വലൈസേഷൻ ഇറ്റ്സ് ബെസ്റ്റ് ടു കീപ്പ് ബോത്ത് ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഇൻ മൈൻഡ്. അപ്പോൾ വിഷ്വലൈസേഷൻ ഡാറ്റ മെത്തേഡിലൂടെ ഉള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായതാണ്. എന്നാൽ ഈ തെറ്റായ രീതിയിലുള്ള ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് അതിൻ്റെ മേജർ ഒരു പോരായ്മ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇനി our eyes are drawn to colors and pattern. We can quickly identify red from blue അല്ലേ.
ആൻഡ് സ്ക്വയർ ഫ്രം സർക്കിൾ. അവർ എന്താണ് കൾച്ചർ ഈസ് വിഷ്വൽ ഇൻക്ലൂഡിങ് എവറിത്തിങ് ഫ്രം ആർട്ട് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ടു ടി വി ആൻഡ് മൂവീസ്. ഡാറ്റ വിഷ്വലൈസേഷൻ ഈസ് അനദർ ഫോം ഓഫ് വിഷ്വൽ ആർട്ട് ദാറ്റ് ഗ്രാബ് അവർ ഇൻട്രസ്റ്റ് ആൻഡ് കീപ്പ് അവർ ഐസ് ഓൺ ദി മെസ്സേജ്. അല്ലേ? ഇപ്പം എന്താണ് ഒരു സർക്കസ് കളി. ഓക്കെ, ഇപ്പം നമ്മുടെ അടുത്തായിട്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്താ ചിറയൻകീഴ് ഗ്രാമത്തിൽ ഒരു സർക്കസ് കളി, ശാർക്കര അമ്പലത്തിൽ ഒരു സർക്കസ് കളി അടക്കിയും. അപ്പം അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഒരു പോസ്റ്റർ രൂപേണ ഞാനിപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ വിഷ്വലൈസേഷൻ മെത്തേഡിലൂടെ റിപ്രസെൻ്റ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലേ. അതായത് ചിറയൻകീഴ് ഇങ്ങനെ ശാർക്കര അമ്പലത്തിൽ ഇങ്ങനെ ഒരു സർക്കസ് നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫോട്ടോയും ആ ഒരു ഇതൊക്കെ വിഷ്വലൈസേഷൻ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റും. അതുപോലെ ആ വെന്യൂ എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് ആ ഒരു ഐഡിയ മെസ്സേജ് നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, വെൻ വി സീ എ ചാർട്ട് വി ക്വിക്ക്ലി സീ ട്രെൻഡ് ആൻഡ് ഔട്ട്ലയേഴ്സ്. വെൻ വി സീ എ ചാർട്ട് വി ക്വിക്ക്ലി സീ ട്രെൻഡ് ആൻഡ് ഔട്ട്ലയേഴ്സ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ടിന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിൻ്റെ കളറും അതുപോലെ അതിൻ്റെ ഔട്ട്ലൈനും അല്ലെ ആ ട്രെൻഡിങ് ആയിരിക്കും നോക്കുന്നത്. If we can see something, we internalize it quickly. It എന്താണ് സ്റ്റോറി ടെല്ലിംഗ് വിത്ത് എ പർപ്പസ്. ഓക്കെ, if you have ever started at a massive spreadsheet of data and couldn't see a trend, you know how much more effective a visualization can be. അല്ലേ? അത് തന്നെയാണ് വീണ്ടും എടുത്ത് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ ആ കളർഫുള്ള്, അതിൻ്റെ ആ ഔട്ട്ലൈൻസ് അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ടുള്ളത്. ഇനി ആ കളറും അതുപോലെ തന്നെ ഔട്ട്ലൈനും ഒന്നും ഒരു ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല എന്നാണ് പറയുന്നത്. വൈൽ ദർ ആർ മെനി അഡ്വാൻറ്റേജസ്, സം ഓഫ് ദി ഡിസഡ്വാൻറ്റേജ് മേ സീം ലെസ് ഒബ്വൈസ്. ഫോർ എക്സാമ്പിൾ, വെൻ വ്യൂവിങ് എ വിഷ്വലൈസേഷൻ വിത്ത് മെനി ഡിഫറെൻറ്റ് ഡാറ്റ പോയിൻറ്റ്സ് ഇറ്റ്സ് ഈസി ടു മേക്ക് ആൻ accurate assumption. ഓക്കെ, അപ്പോൾ ഒരുപാട് എന്താണ് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. ഓർ സംടൈംസ് ദി വിഷ്വലൈസേഷൻ ഈസ് ജസ്റ്റ് ഡിസൈനിങ് റോങ് സോ ദാറ്റ് ഇറ്റ്സ് ബേസ്ഡ് ഓർ കൺഫ്യൂസിങ്. ചില സമയത്ത് ഈ ഡാറ്റ എന്താണ് വീണ്ടും റിപ്പീറ്റ് അടിച്ച് അത് തന്നെ പറയുന്നു കേട്ടോ, റോങ് ആയിട്ടും അതെല്ലാം കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ ഈസ് സിമ്പിൾ. അല്ലേ? ഇപ്പോൾ വലിയൊരു കാര്യത്തെയായിരിക്കും ഡാറ്റയിലൂടെ ചെറിയ ഒരിതായിട്ട് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് പീപ്പിൾ സീ, അല്ലേ? എന്താണ് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇൻട്രാക്റ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഡാറ്റ വെദർ സിമ്പിൾ ഓർ കോംപ്ലക്സ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാം. ദ റൈറ്റ് വിഷ്വലൈസേഷൻ ക്യാൻ ബ്രിങ് എവറി വൺ ഓൺ ദി സെയിം പേജ് എന്താണ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ലെവൽ ഓഫ് എക്സ്പീരിയൻസ്. ഇറ്റ് ഹാർഡ് ടു തിങ്ക് ഓഫ് പ്രൊഫഷണൽ ഇൻഡസ്ട്രി ദാറ്റ് ഡസൻറ്റ് benefit from making data more understandable. Every STEM field benefit from understanding data, and so do field in government, finance, marketing, history, consumer goods, സർവീസ് ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, സ്പോർട്സ് ആൻഡ് സോ ഓൺ. ഇവിടെ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ ഇവിടെ എല്ലായിടത്തും എന്താണ് ആപ്ലിക്കബിൾ ആവണമെന്ന്. എവിടെയൊക്കെ? ഗവൺമെൻറ്റിൽ, ഫിനാൻസ് സെക്ടറിൽ, മാർക്കറ്റിങ്ങിൽ, ഹിസ്റ്ററിയിൽ, കൺസ്യൂമേഴ്സ് ഗൂഡ്സിൽ, അവിടെയല്ല. ഓക്കെ, ഇനി അടുത്ത് പറയുന്നുണ്ട്, വൈൽ വെൽ ആൾവേസ് വാക്സ് പൊട്ടൻഷ്യലി അബൌട്ട് ഡാറ്റ വിഷ്വലൈസേഷൻ, you are on the Tableau website. After all, there are practical real life applications that are undeniable, and since visualization is so prolific, okay, it's also one of the most useful professional skill to develop. നല്ലൊരു എന്താണ് പ്രൊഫഷണൽ സ്കില്ലാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡെവലപ്ഡ് ആയിട്ട് ഇരിക്കുന്നതുമാണ്. Better you can convey your point visually. Okay,
നമ്മൾ പോയിന്റ് റിപ്പീറ്റ് അടിച്ച് തന്നെ വീണ്ടും പറയുന്ന, അതായത് പോയിന്റ് വിഷ്വലി റിപ്രസെൻറ്റ് ചെയ്യാം. വെദർ ഇൻ എ ഡാഷ്ബോർഡ് ഓർ എ സ്ലൈഡ് ഡെസ്ക്, the better you can leverage that informations. Okay, the concept of the citizen data scientist is on the rise. Skill sets are changing to accommodate a data driven world. It is increasingly valuable for professionals to be able to use data to make a decision and use visual to tell stories of when data inform with who, what, when, where and how. അല്ലേ? അപ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു വിഷ്വൽ മെത്തേഡിലൂടെ ഒരു ചാർട്ട് റിപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ചാർട്ട് എന്തിനുള്ളതാണ്, അല്ലേ? അത് എവിടെ വെച്ചെടുത്തതാണ്, അത് ആരെക്കുറിച്ചാണ് എന്നതൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് സ്കൂളിൽ എന്താണ് സ്ലൈഡില്ലേ, പവർ പോയിൻ്റ്, അത് റിപ്രസെൻ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് അതിൽ കുറേ വിഷ്വൽ മെത്തേഡും, അല്ലേ? ഇപ്പോൾ എന്താണ് ആറ്റം ബോറാണ് കണ്ടുപിടിച്ചത്, അല്ലേ? അപ്പോൾ ബോറിൻ്റെ ആറ്റം മോഡൽ, അതൊക്കെ എന്താണ് നമുക്കൊരു വിഷ്വൽ, അതായത് ആറ്റത്തിൻ്റെ എന്താണ് സൈസിങ്, അല്ലേ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, അങ്ങനെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷ്വൽ മെത്തേഡിലൂടെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. While traditional education typically draw a distinct line between creative storytelling and technical analysis, the modern professional world also values those who can cross between the two. Data visualization sit right in the middle of analysis and visual storytelling. അല്ലേ? സ്കൂളിംഗ് എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. As the age of big data kick into high gear, visualization is an increasingly key tool to make sense of the trillions of rows of data generated every day. And visualization help to tell stories by capturing data in a form easier to understanding, highlighting the trend and out. ഇതെന്താണ്, ഇതെല്ലാം ഒരേ കണക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, ഇത് പ്ലെയിനസ്റ്റ് ഗ്രാഫ് could be too boring to catch any notice, or it make tell a powerful point. The most stunning visualization could utterly fail at conveying the right message, or it could speak volumes. The data and the visual need to work together, and there an art to combine great analysis with great storytelling. അപ്പോൾ ഈ വിഷ്വൽ റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടായിട്ട് തന്നെ നമുക്ക് എടുക്കാമല്ലേ? എന്താണ് ഒരു സ്റ്റോറി ടെല്ലിങ്. ഇപ്പം നമുക്കറിയാം പണ്ടത്തെ ബുദ്ധൻ ഒരുപാട് എന്താണ് നല്ല നല്ല ഇൻഫർമേഷനായിട്ടുള്ള ഐഡിയാസുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് പറഞ്ഞതൊന്നും നമുക്ക് ഇന്ന് ഓർമ്മയിരിക്കണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ മൊബൈലിൽ, നമ്മുടെ വാട്സപ്പിലായാലും അല്ലെ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ അങ്ങനെയുള്ള തോട്ടുകൾ അവർ വിഷ്വലി ചാർട്ടായിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടല്ലേ, വളരെ കളർഫുള്ളായിട്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡബിളാണ്. അതൊക്കെ ഇതിൽ എഴുതി വയ്ക്കുക. ഇത് ഈ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ യുക്തിപരമായ ചിന്തയിലൂടെ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഓക്കെ. ഇനി ഫിലിം ആൻഡ് ട്രൈബൽ ടൂറിസം ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ന്യൂ ന്യൂസ് ദാറ്റ് ട്രൈബൽ ടൂറിസം എക്സിസ്റ്റ് ഇൻ ദിസ് കൺട്രി. ഇറ്റ് ആൾസോ ഇസൻറ്റ് uncommon knowledge that advises the heavily stereotyped, and this stereotype lead people to take action like conducted or participate in unethical tour to Adivasi land. But what is the actual problem in conducting tour to Adivasi terrorist? Glad you are asked, let me explain. അപ്പോൾ നോക്കാം അങ്ങോട്ടുള്ള പോക്ക് എന്തിനാണെന്ന്. The biggest question that coheres the existential crisis faced by the tribal who are struggling with their identity is that, അല്ലേ? Okay, who is an Adivasi? What do they look like? അവരെങ്ങനെ ഇരിക്കും കാണാൻ? Are you an Adivasi? You don't look like one, etc. Are some other questions
Some other questions and statement that the Adivasi and the tribal in India have to face sometimes on a daily basis today when the entire world is demanding an identity of its own. Stripping is the biggest setback for a community which is trying to establish its identify and create a space for itself. Okay. അപ്പോൾ ആദിവാസി നമ്മളെന്തിനാണ് ആദിവാസി അവരെങ്ങനെ ഇരിക്കുമല്ലേ അവരുടെ രൂപം, അപ്പോൾ അവർക്ക് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അവിടേക്കെന്ന് വെച്ചാൽ ഓരോ കുട്ടികളും ഓരോ സ്ലംസിലാണ് ജനിക്കുന്നത്, അവർക്ക് കറക്റ്റിനുള്ള എഡ്യൂക്കേഷൻ പോലും കിട്ടുന്നില്ല, ന്യൂട്രിയൻ ഫുഡ് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവരെക്കുറിച്ചൊരു അറിവ്, ആ അറിവ് കിട്ടാനാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ, ട്രൈബലിലോട്ട് ടൂറിസം ചെയ്യുന്നത്. ഇനി ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ഡാർക്ക് ലേൺ ഇല്ലിട്രേറ്റഡ് അൺക്ലൈഡ് കണ്ട് പറയുന്നുണ്ട്, ഡാർക്കായിട്ടുള്ള അതുപോലെ തന്നെ ലീൻ ഇല്ലിട്രേറ്റഡ് ആയിട്ടുള്ള അൺക്ലൈഡ് ആയിട്ടുള്ള വെയറിങ് ഹെഡ് ഗിയർ അസോസിയേറ്റഡ് വിത്ത് cannibal hunting and dancing. The stereotyping of Adivasi doesn't seem to end. They are even pictured as savage, barbaric cave people. Okay, barbaric cave people. It is saddening that history excludes Adivasi narratives and perpetuate the above mentioned stereotype with its wrongful representation of Adivasi, which is heavily laced with inorgans. അതായത് എന്താണ്, ആദിവാസി എന്ന് പറയുമ്പോൾ ഡാർക്കായിട്ടുള്ളവരാണ്, ഇല്ലിട്രേറ്റഡ് ആയിട്ടുള്ളതാണ്, അവർക്ക് നല്ല ഡ്രസ്സുകളൊന്നും വെയർ ചെയ്യേണ്ടുള്ളതായിട്ടില്ല അല്ലേ. അപ്പോൾ കണ്ടിട്ടുണ്ട് കാട്ടിലയില അങ്ങനെയുള്ളതൊക്കെ വെച്ചാണ് അവർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നതെന്നറിയാം. അതുപോലെ അവർ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിലുള്ളതാണ്. ബാർബറിക് കേവ് പീപ്പിൾ എന്ന് പറയുമ്പോൾ മറ്റേ ബാർബറിക് എന്ന് പറയുന്നത് എന്താണ്, മറ്റേ കയ്യിൽ ടാറ്റു ഒക്കെ കുത്തി അതിനെതിരെ ആ ബാർബറിക് കഴിഞ്ഞ ഏതോ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് സാഡിങ് ദാറ്റ് ഹിസ്റ്ററി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ദി ട്രൈബൽ living in Andaman and Nicobar are a group of which has faced severe stereotype and misrepresentation since time immemorial. Tribal tourism present in this region and bring a real concern to the surface. In 2030, the Supreme Court banned tourists from taking the Andaman Trunk Road after a video shoot by a journalist showed a policeman forcing 6 Jarawa women to dance for tourists. അപ്പോൾ എന്താണ്, ആൻഡമാനിലോട്ടുള്ള ട്രൈബ്സിനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ടൂറിസ്റ്റ് പോയി. എന്നിട്ട് അവിടെയുള്ള അവരുടെ കൾച്ചർ എന്ത് ചെയ്തു, കൾച്ചർ അവർ പിക്കെടുത്തു. അപ്പോൾ ആ പിക്ക് പിന്നെ അപ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസാണ് ആദിവാസീസിന്. അപ്പോൾ പിന്നീടുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, the court reversed the decision after the state administration submitted a notification promising that no tourist or commercial establishment would be permitted in the area. Okay, പിന്നീട് കോർട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് അവിടെയൊക്കെ എന്താണ് വീഡിയോസ് അതങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പാടില്ല, റെസ്ട്രിക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത സെൻറ്റൻസിൽ പറയുന്നു, rampant human safaris were taking place in the Andaman and Nicobar Island, taking tourists through the tribal reserve. This was almost like a safari ride amidst dense tropical rainforest, looking to spot the tribals like they do wild animals. Okay, ടൂറിസ്റ്റുകൾ വൈൽഡ് ആനിമൽസിനെ കണ്ടു. ടൂറിസ്റ്റ് ത്രോ ബനാനാസ് ആൻഡ് ബിസ്ക്കറ്റ് ടു ദി ട്രൈബ്സ് അറ്റ് ദി റോഡ് സൈഡ് ആസ് ദേ വുഡ് ടു ആനിമൽസ് ഇൻ എ സഫാരി പാർക്ക്. അപ്പം ആ എന്താണ് ടൂറിസ്റ്റുകൾ റോഡ് സൈഡിൽ
കുറച്ച് ആദിവാസിനെ കണ്ടു. അപ്പോൾ അവർ ടൂറിസ്റ്റ് എന്ത് ചെയ്തു, ആ ആദിവാസീസിന് കുറച്ച് ബനാനാസ് അതുപോലെ ബിസ്ക്കറ്റ്സ് അതൊക്കെ എന്ത് ചെയ്തു എറിഞ്ഞു കൊടുത്തു. ഓക്കെ, ഡിസ്പൈറ്റ് ഫ്രീക്വൻറ്റ് പാട്രോളിംഗ് ബൈ ദി കോസ്റ്റ് ഗാർഡ് ടു കീപ്പ് interpret travelers at bay. People keep attempting to see the north sense often by bringing local fishermen. അപ്പോൾ എന്താണ് ലോക്കലായിട്ടുള്ള അവിടുത്തെ ഫിഷർമെൻസിനെയൊക്കെ കണ്ടെന്നാണ് പറയുന്നത്. റീസെൻ്റ്ലി ആൻ അഡ്വഞ്ചർ ബ്ലോഗർ ആൻഡ് US missionary named John Chow was killed when he attempted to illegally visit the North Sentinel Island to convert the people to Christianity. ഓക്കെ, ക്രിസ്ത്യനിറ്റിയിലോട്ട് കൊണ്ടുവരാനായിട്ട് അല്ലേ ഇപ്പോൾ ഒരാളെ കില്ല് ചെയ്തു എന്ന് പറയുന്നു. നോക്ക്, അപ്പാർട്ട് ഫ്രം ദി ഇഷ്യൂസ് ഓഫ് റിലീജിയസ് കൺവേർഷൻ സച്ച് ആക്ടിവിറ്റീസ് ആൾസോ പോസസ് എ ത്രെറ്റ് ടു ദി tribe. The risk of a deadly epidemic of flu, measles or other outside disease is very real and it increases with every contact, said survival in the international director Stephen Corey. Exposure to pathogens which they are not used to being exposed to has the potential to wipe out the എൻ്റയർ ട്രൈബ്. അപ്പോൾ ട്രൈബിൽ എന്താണ്, പ്രത്യേകിച്ച് ഒരു ജാതി ഒരു മതം അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടേതായ ഒരു വിശ്വാസം ഇതൊക്കെയുണ്ട്. അതിലോട്ട് ആരും എന്താണ് അവരെ കൺവേ ചെയ്യും. ഇപ്പോൾ ഒരാൾ കൺവേ ചെയ്യാൻ പോയത് അയാളെ അവർ കൊന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കൾച്ചറൽ തിയറീസ് സ്റ്റാർട്ട് ഹാൾ ഇൻ ഹിസ് ബുക്ക് റിപ്രസെൻറ്റേഷൻ കൾച്ചറൽ റിപ്രസെൻറ്റേഷൻ ആൻഡ് സിഗ്നിഫയിങ് പ്രാക്ടീസ് ഒബ്സർവ് ദാറ്റ് സൗണ്ട് വേർഡ്സ് നോട്ട്സ് gestures expression cloth are part of our natural and material world. They don't have any clear meaning in themselves. ഓക്കെ, ഇതെല്ലാം അവരുടേതായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അവർ പുറത്തുനിന്നൊന്നും എന്താണ് സാധാരണ ഹ്യൂമൻ ബീങ്സിനോട് മിണ്ടുകയോ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഹെൽപ്പ് മേടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവർ അവരുടേതായ കൾച്ചറിലാണ് അവർക്കുള്ളത്, അവരുടേതായ ഡ്രസ്സാണുള്ളത്, അവരുടേതായ പരമ്പരാഗതമായ രീതികളാണ് അവർ ഫോളോ ചെയ്യുന്നത്. Rather, they are vehicle to media which carry meaning because they offer a symbol which stand for or represent the meanings which we wish to communicate. A close look at the non-Adivasi imperative to define its other may reveal homogenization of Adivasi communities due to which their different particularities are completely lost. Okay. വാട്ട് ദെൻ, അപ്പം അതൊക്കെയാണ് കൂടുതലും പറയുന്നത്. അതായത് വേറൊന്നുമില്ല, അവരെ പറ്റി തന്നെയാണ് പറയുന്നത്. ആദിവാസി ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ബുക്ക് മൂവീസ് ആൻഡ് ടെലിവിഷൻ ഷോസ് ആൻഡ് ഓഫൻ സബ്ജക്റ്റ് ടു എയ്തർ റൂട്ടിസം ഓർ ആർ എന്താണ് സ്റ്റീരിയോ ടൈപ്ഡ് ആസ് ജംഗ്ലീസ് പീപ്പിൾ ലിവിങ് ഇൻ ജംഗിൾസ്. ജംഗ്ലീസ് എന്ന് അവർ കളിയുന്ന ജംഗിളിൽ ജീവിക്കുന്നുണ്ട്. ദേ ആർ പോർട്രേഡ് ആസ് സ്പീക്കിംഗ് ഗിബ്രിഷ്, അവരുടെ ലാംഗ്വേജാണ് ഗിബ്രിഷ്. ഓക്കെ, വിച്ച് ഈസ് പാസ്ഡ് ഓഫ് as the tribal language. Tribal language ആണ് gibberish. A set of weird action and movement is passed off as tribal dance. Acceptance and normalization of such a depiction is nothing but a cultural backlash to the Adivasi and tribal community, which constitute about 9% of the country population. ഏകദേശം 9% കൺട്രി പോപ്പുലേഷൻസും ആദിവാസീസിനെ ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കൾച്ചറും അവരുടേതായ ഒരു രീതിയുണ്ട്. സത്യം പറഞ്ഞാൽ അവർ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.